സങ്കടം വന്നെങ്കിൽ ഇങ്ങനെ എന്താ പറയാ, അവരെങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഇന്ദ്രൻ ചേട്ടനോട് തന്നെ ചോദിക്കാം വിശേഷങ്ങൾ. ചേട്ടാ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കണ്ണു നിറയത്തില്ലേ? അതങ്ങനെയായിരുന്നു വർഷം ജയിച്ചതൊക്കെ. അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വർഷയ്ക്കാണ്. വർഷയാണ് ആദ്യമായിട്ട് നമ്മളോടൊക്കെ കഥ പറയുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. വർഷയുടെ മനസ്സിലാണ് സിനിമ. അത് വർഷ ഒരുപാട് പരിചയമുള്ളവരെ പോലെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക്, ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കയറ്റി അവിടെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചു, അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറ്റി എല്ലാം നമ്മുടേതാക്കി മാറ്റിയ മാജിക് അസംബ്ലി ഭാഷയുടെ ഗംഭീര മ്യൂസിക് കിട്ടുന്നത് നമ്മളെ കുറച്ചുകൂടെ താരാട്ട് പാടി ഉറക്കുന്ന പോലെ ഇതിനുള്ളിൽ വളരെ ആക്കിയുള്ള കഴിക്കും. നന്ദിയുണ്ട് എല്ലാവരും. നമുക്ക് പേടിയാണ് സിനിമ, കുറേ സിനിമയായിട്ട് ഇങ്ങനെ അന്ന് അതിൻ്റെ പുറകെ നടക്കുമ്പോൾ ഇത്തരം സിനിമയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. പറയും ആളും മാറി നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെ പ്രതികളൊന്നും കാണാൻ ആളുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പേടിപ്പിക്കാറുണ്ടെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ താളവും എല്ലാവരുടെ വികാരവും ഒക്കെ മാഞ്ഞു പോകുന്നതല്ല അടിസ്ഥാനപരമായിട്ടൊന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഇതുപോലെ ഈ ബന്ധത്തിരിപ്പുള്ള കഥ പറയുമ്പോൾ നമ്മളൊക്കെ ചേർന്ന് എന്ന് തോന്നുന്നു. അത് ബോധ്യപ്പെടുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ ഒരു കൂട്ടത്തിൽ കൂടെ ഇരുന്ന് സിനിമ കാണാൻ പറ്റിയത് എനിക്ക് സന്തോഷം. ജാനകി ലീല എന്ന് പറയുന്ന അമ്മേനെ ഒന്ന് ജീവനോടെ കണ്ടില്ലോ എന്നുള്ളൊരു സങ്കടം തോന്നിയില്ലേ? ജാനകിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. അപർണ ബാലൻ. ആദ്യം തന്നെ എല്ലാവരെയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എനിക്കും ഈ പറഞ്ഞ കാര്യം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുറേ ഫുൾ ലെങ്ത് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതിൽ ജാനകിയുടെ ക്യാരക്ടറിന് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. അതിൻ്റെ നേരത്തെ അങ്കിൾ പറഞ്ഞ പോലെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു വർഷ. കുറച്ച് ഫോൺ കോൾസും അങ്ങനത്തെ ഒരു എന്താ പറയുക, നേരിട്ട് തന്നെ ഞാൻ വളരെ കുറച്ച് സീൻസ്, കോമ്പിനേഷൻ സീൻസ് ഉള്ളൂ. എന്നിട്ടും ആ ഒരു ഫാദർ ഡോട്ടർ ബോണ്ടിങ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വർഷ ഓൺ സ്ക്രീൻ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും അത് ഫീൽ ചെയ്തു. എല്ലാവരും അഭിപ്രായം പറയുമ്പോൾ, എൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വളരെ കുറച്ച് ടൈമിങ്ങിൽ അവർക്ക് കിട്ടിയ ഇമ്പാക്റ്റ് അത്രയും ഉണ്ടായിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദാറ്റ് വർഷ, ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ ദിസ് ഫിലിം. ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ. ആൻഡ് ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമയും കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് കുറച്ചും കൂടെ സ്പെഷ്യലായി ഇന്ന്. ഓക്കെ, അപ്പോൾ ഫാദേഴ്സ് ഡേ ടു ഓൾ ദി വണ്ടർഫുൾ ഫാദേഴ്സ് അറൗണ്ട്. പിന്നെ ഇപ്പം ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ വർഷ മനസ്സിൽ കണ്ട് അല്ലെങ്കിൽ വർഷ എഴുതിയ ഒരു കഥ ആണ് ഒരു ഏറ്റവും മനോഹരമായ ഒരു പോയം പോലെ വരച്ചിട്ടുള്ള ഒരു സിനിമ. ബ്യൂട്ടിഫുൾ വർഷ. വർഷയുടെ ആ ഒരു ജേർണി, വർഷയുടെ ആ ഒരു സന്തോഷം ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട്. 1-2 ദിവസമായിട്ട് കിട്ടുന്ന സ്നേഹവും എനിക്കറിയില്ല, എന്താ പറയണമെന്ന് അറിയില്ല. ആദ്യം ഞാൻ എൻ്റെ മാധവ മാഷിൻ്റെ അടുത്ത് സാറ് പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ ക്രെഡിറ്റ് എങ്ങനെ എനിക്ക് തരേണ്ട ആവശ്യമില്ല. എനിക്കല്ല അത് എൻ്റെ മാധവ മാഷിനും ലീലയും എന്താ പറയുക, ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ മനോഹരമാക്കിയിട്ട് ഇന്ദ്രൻ സാറും ബാല മാമും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അവരെ പോലെയുള്ളൊരു എനിക്ക് ആക്ടേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് അഭിജിത്ത്, എൻ്റെ സുഹൃത്താണ്. എനിക്കറിയില്ല ഇങ്ങനൊരു കഥയായിട്ട് ആരെങ്കിലും പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റോറിയാണിത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു, പക്ഷേ എനിക്കറിയില്ല, ആളെസ് പറഞ്ഞിടത്തുനിന്നാണ്
ഒരു ലൈക്ക് ഇന്ത്യൻ സാറിലേക്ക് എത്തുന്നതും സാറിൻ്റെ ഫസ്റ്റ് നറേഷനിൽ കഥ ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാണ് നമ്മുടെ മൂവി ഓണാകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ വീഡിയോ എടുത്തതിന് ഇതുവരെ ഞാനങ്ങനെ താങ്ക്സ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാനത് പറയാറില്ല. ഞാൻ ഈ ഒരു അവസരം ഞാൻ താങ്ക് യു അബി, ലൈക്ക് താങ്ക് യു സോ മച്ച്. അപർണ, എനിക്ക് വരുന്നുണ്ടല്ലോ. അതെ അത് ഞാൻ പറയാം. അത് സ്പെഷ്യലാണ്. അത് ഞാൻ അപർണയെ പോലെ ഒരു ആക്ടർ നമ്മുടെ മൂവിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്കങ്ങനെ ഞാനൊരു ചാൻസ് ഞാനൊന്ന് പോയി കഥ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ഒരു പോസിബിലിറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അപർണ നല്ലൊരു ഡാൻസറാണെന്ന് അറിയാം. അപ്പം എനിക്ക് നല്ലൊരു ഡാൻസ് ഞാൻ അപർണയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്താൽ അത് അങ്ങനൊരു വലിയൊരു സപ്പോർട്ട് അപർണയുടെ സൈഡിൽ നിന്ന് ഈ ഒരു ചെറിയ മൂവിക്ക് കിട്ടി. അതിൽ ഭയങ്കര താങ്ക് യു സോ മച്ച് അപർണ. യെസ്, ഇനി എൻ്റെ DOP ഫായി. എല്ലാവരും വിഷ്വൽസ് കണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ? അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഫൈബ്രോക്കെയാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മനസ്സിൽ വരുന്നത് പറയുകയാണ്. ഞാൻ കണക്ഷൻ വിട്ടു പോകുന്നൊക്കെ ഉണ്ട്, എന്നാലും ഞാനിങ്ങനെ ഓർമ്മയുള്ളത് പറയുകയാണ്. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു DOP നല്ലൊരു DOP കിട്ടുക എന്ന് പറയുന്നത്, അതായത് ക്രാഫ്റ്റ് ഒക്കെ അതിനപ്പുറം നമുക്കൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫായ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും ഫായുടെ ഒരു മോട്ടിവേഷനും ലൈക്ക് സപ്പോർട്ടും. താങ്ക് യു ഫായ്. ദെൻ എൻ്റെ എഡിറ്റർ, എൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. ഡേ 1 മുതൽ റെക്സൺ ജോസഫ് എൻ്റെ കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കൂടെ ഈ ജേണിയിൽ. പക്ഷേ താങ്ക് യു. യെസ്, എന്നെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഗോവിന്ദ്. താങ്ക് യു ഗോവിന്ദ്. ഞാനങ്ങനെ ആളെങ്ങനെ പുകഴ്ത്താറൊന്നുമില്ല, ആൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഈ കഥയുടെ കൂടെ ഞാൻ ഗോവിന്ദനെ ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഞാൻ ഗോവിന്ദൻ്റെ മ്യൂസിക്കും ഞാൻ എന്താ പറയുക, എൻ്റെ നരേഷൻ്റെ കൂടെ ഗോവിന്ദൻ്റെ മ്യൂസിക്കും നരേറ്റ് ചെയ്യപ്പെടണം, ഒരു സ്റ്റോറി പോലെ വരണം എന്ന് ഒരു ഇതുണ്ടായിരുന്നു. ആ രീതിയിൽ ഗോവിന്ദ് എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ താങ്ക്സ് ഒക്കെ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ താങ്ക് യു. ഓക്കെ, ഓഡിയൻസിന്റെ ഒരു അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് പറഞ്ഞേ, ഇങ്ങനെ ഉണ്ടായിരുന്നു പടം? സൂപ്പർ. ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മാധു മാമിനെയാണോ ഇന്ദ്രൻ ചേട്ടനെയാണോ? എല്ലാവരും ഇഷ്ടം. പടം ഇഷ്ടം? അപ്പൊ അവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. ഇനി ആരാണ് നമ്മുടെ അഭിപ്രായം പറയുന്നത്? നല്ലതായിരുന്നു. പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വാരണാസി ഒന്ന് പോയി വന്ന ഫീൽ ഉണ്ടോ? ഇല്ലേ? ഒരു വാരണാസിക്ക് ഒരു യാത്ര പോയിട്ട് വന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലേ? അപ്പം എനിക്ക് ഗോവിന്ദന്റെ പാട്ടുകൾ മറ്റേ സ്കോറൊക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ലിറ്ററലി എന്താ ഫീൽ എന്നുള്ള രീതിയിൽ തന്നെ ആ പാട്ടുകളെല്ലാം എനിക്കൊന്ന് നമ്മൾ 96 മൂവി ഇറങ്ങിയതിന് ശേഷം ഇത്രയും എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് അടിപൊളി, വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന തരത്തിലുള്ള പാട്ടുകൾ. ഈ ഇന്ദ്രൻ ചേട്ടൻ ഇതിനിടയ്ക്ക് വേറെ സ്ഥലത്തൊക്കെ പോയി അഭിനയിച്ച് അവിടെ ഒരു പൊളിക്കലൊക്കെ പൊളിച്ചിട്ട് വന്നിട്ട് വീണ്ടും നമ്മുടെ ഇവിടെ തിരിച്ചു വന്ന് ആദ്യം ചെയ്യുന്ന പടമാണ് ഇതല്ലേ? സൂര്യ സാറിന്റെ ഒപ്പം പോയിട്ട് വന്നിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പം ഉറപ്പായിട്ട് ഈ പ്രാവശ്യം തമിഴ് ഓഡിയൻസും ചിന്ന ആസയെ കാണും. അവർക്കൂടെ വേണ്ടിയിട്ട് നമ്മൾ തമിഴിലൊക്കെ അല്ലേ നല്ല പാട്ടുകളൊക്കെ തമിഴിലൂടെ ചേർത്താണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇനിയും ഞങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ പടം കണ്ട ആൾക്കാരെല്ലാം പോയിട്ട് പറയില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫാമിലി അടുത്തൊക്കെ? കാണാത്ത ആൾക്കാരുടെ അടുത്തെല്ലാം കാണാൻ പറയില്ലേ? ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പടം? ഇഷ്ടപ്പെട്ടു. ഓക്കെ,
അത് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതെ അതെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ടീമിനെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാണാത്ത ആളുകളോട് ഉടനെ തന്നെ തിയേറ്ററിൽ പോയിട്ട് ഈ പടം കാണാൻ പറയുക, പാട്ടുകളൊക്കെ കേൾക്കുക, കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.